ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ വേറൊരു വെർഷനായ ക്രാഫ്റ്റ് ബിൽഡിങ്. നമ്മൾ മൈൻക്രാഫ്റ്റ് എന്താ കളിക്കാത്തതെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ഈ ഫോണിൽ സപ്പോർട്ടാവില്ല, അതുകൊണ്ടാണ്. വേറെ വിചാരിക്കരുത്. ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഓരോരുത്തന്മാർ ചലക്കും. അവന്മാരെ അണ്ണാക്കി കയറി വെടി വെക്കണം. ഇവനെ നമുക്ക് കണ്ട് തീർക്കാം. ആദ്യം മൈൻക്രാഫ്റ്റിൽ ആവശ്യം വേണ്ടത് നമ്മുടെ ഷീപ്പാണ്. ഷീപ്പിൻ്റെ തൊലി കൊണ്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കിയാലേ കിടന്നുറങ്ങാൻ പറ്റൂ. അപ്പോൾ രണ്ടാമത്തെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1K ആണ്. അപ്പോൾ അവനും കൂടിയാണ് തട്ടിയിട്ടുണ്ട്. മൈൻക്രാഫ്റ്റിൻ്റെ സുന്ദരമായ ദിനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വേൾഡ് പ്രത്യേകമുണ്ട്. ഒരു സൈഡിൽ ഡെസേർട്ടും ഒരു സൈഡിൽ നമ്മുടെ ഗ്രാസായ ബയമൂടി ആണ്. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിലെ ഏറ്റവും ആവശ്യപ്പെട്ടൊരു സാധനമാണ് വില്ലേജ്. വില്ലേജിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഓസി ജീവിക്കാം. അപ്പോൾ വില്ലേജ് ഉണ്ടായ അവിടുത്തെ ഫാമും പിന്നെ അവിടുത്തെ ടെസ്റ്റ് നിന്നൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഓസി ജീവിക്കാമല്ലോ, സുഖമില്ലേ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആടിനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബെഡ് ഉണ്ടാക്കാനുള്ളതായിട്ട് നേരെ നമുക്ക് വില്ലേജിലേക്ക് പോയേക്കാം. നല്ല വില്ലേജ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. അവിടെ വേറെ ആട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവന്മാരെ നോക്കാനുള്ള സമയമില്ല. നേരെ വില്ലേജിലേക്ക് പോവാം. പോണ് എണ്ണ എവിടെ പോണ്? നമുക്ക് നേരെ ഇവിടെ നമുക്കൊരു വലിയ ഇതെന്തോന്ന് സാധനം? വില്ലേജറിൻ്റെ പോലെ ഉണ്ടല്ലോ. ഇത് മൈൻക്രാഫ്റ്റ് അല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്തൊരു ബഗ്ഗാണ്, അത് ക്ഷമിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ പറയാൻ വന്നത് എന്താ വെച്ചാൽ ഇവിടെ നമുക്കൊരു വലിയൊരു വേൾഡാകണത്. നമുക്ക് ആദ്യം വേൾഡിലെ ആദ്യത്തെ പണിയായ മരം വെട്ടി തന്നെ തുടങ്ങാം. നമുക്ക് മരം വെട്ടലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്തോന്ന്? നമ്മൾ നേരത്തെ ആ വില്ലേജർ അടിച്ചില്ലേ, അതിൻ്റെ കലിപ്പാണ് തീർക്കാൻ വരുന്നത്. നമുക്ക് ഓടാം. അല്ലാതെ വല്ല ഭാഗമൊന്നുമില്ല. അവൻ്റെ അടി കാണിച്ച് കിട്ടണായിട്ട് നല്ലതാ. ഇവനാച്ചിങ്ങ പിന്നൊന്നും വിടണമില്ല. കൂലിയൊക്കെ ഉണ്ടല്ലോ. ഒന്ന് പോടാ. എന്താ എൻ്റെ പിന്നാലെ തന്നെ വരണേ? ഞാൻ ഇനി അവനടിക്കില്ല. എന്തപ്പത് വെറുതെ എൻ്റെ പിന്നാലെ വന്ന് സമയം കളിക്കുന്നു. ഈ ടൈം കൊണ്ട് നമുക്ക് കുറേ മരങ്ങളൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. ഇതവൻ സമ്മതിക്കില്ല. നമുക്കൊരു പണിയാണ്. നമുക്ക് മണ്ണാണ്ട് വെട്ടിയെടുത്ത് മോളിക്ക് കുറച്ച് പൊക്കത്ത് പണി ചെയ്തിട്ട് നമുക്ക് അവനാണ്ട് തട്ടാം. അതപ്പോൾ ഒരു വഴിയല്ലോ. അവനത് തീർക്കാം. അല്ലെങ്കിൽ നമുക്ക് ശല്യം പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചാവണം. അത് ഞാൻ സമ്മതിക്കില്ല. ഞാനല്ലെങ്കിൽ അവൻ, അതിൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചാവുന്നുള്ളത്. അപ്പോൾ അവനെ കൊല്ലാം നമുക്ക്. ആദ്യം നമ്മൾ ഇങ്ങനെ ഇട്ട് പൊക്കത്തോട്ട് ഇങ്ങനെ പോകണം. അത് മതിയായിരിക്കും. നോടിയില്ല, ഞാൻ വരട്ടെ. അവൻ വന്നിട്ട് അവൻ്റെ ടൗസറാണ്ട് കീറുക. അവൻ്റെ ജട്ടി മുഴുവൻ അടിച്ചോണ്ട് പോകാം നമുക്ക്. കൊന്ന എത്ര അയം കിട്ടണമാവും. അമ്മാരെ പ്രശ്നം ഇതാ, എത്ര അടിച്ചാലും ചാവില്ല. ഒരു സോഡുണ്ടെങ്കിൽ അവൻ്റെ കാര്യം തീർന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വേൾഡ് ഒരു വലിയൊരു വേൾഡാക്കണം. വലിയ വീടും വലിയ ഫാമും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു വീടൊക്കെ പണിയാൻ തന്നെ നമ്മൾ നോക്കുന്നുള്ളൂ. ഞാൻ ചാവുന്നില്ല. ചത്തു. ഞാൻ എൻ്റെ എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 2 കിട്ടി. 4 കിട്ടിയിട്ടുണ്ട്. 4 നമുക്കൊരു സോഡ്, ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ പിക്കാക്സ് എല്ലാം ഉണ്ട്. ഇനി ബാക്കി നമ്മൾ മൈൻഡ് ചെയ്ത് തീർക്കണം. ഇതെന്താ ഗൈസ്? ഇത് കുതിരയ്ക്ക. വില്ലേജറിന് മാത്രമല്ല, കുതിരയ്ക്കാണ്. പശുവിനുണ്ടോ? ഇല്ല, പശുവിനില്ല. കുതിരയ്ക്കും ആ ഒരു വില്ലേജറിന് മാത്രം. അപ്പോൾ കാണാമല്ലോ നമുക്ക് ആ ബഗ്. നമുക്ക് വീട് വയ്ക്കണ പനിയിലേക്ക് പോകണം. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ പിക്കാക്സും ആക്സൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അതിനായിട്ട് മരം വെട്ടണം. മരം വെട്ടിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല, അത് നമ്മൾ മറന്നേ. അത് വേണം. ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മരം വെട്ടണം. നമുക്ക് ആ പണിയിലേക്ക് നടക്കാം.
നമുക്ക് അയ എന്തെങ്കിലും ഏതെങ്കിലും വീട്ടിൽ പോയി വയ്ക്കാം, കൊണ്ടുവയ്ക്കാം. അവിടെ ചെസ്റ്റ് ഉണ്ട്, ഇതിൽ വയ്ക്കാം. ആവശ്യത്തിനുള്ള ഫുഡ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. 5 ബ്രെഡ്. അണ്ണാ വഴിയുടെ അപ്പോൾ നമുക്ക് മരം വെട്ടെടുത്ത്. എന്താടാ നോക്കി പേടിപ്പിന്. നമുക്ക് ഇപ്പോൾ എത്ര 2 തടി മാത്രമേ ആയിട്ടുള്ളൂ. ഒരു 2-3 കൂടി ഉണ്ടാക്കണം. എന്നാലേ ക്രാഫ്റ്റിംഗ് ടേബിളിന് ഇപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ട്. കുറച്ചും കൂടി ആവശ്യമുണ്ട്. നമുക്ക് പിക്കാക്സൊക്കെ ഉണ്ടാക്കണമല്ലോ, അതിനുള്ള ആവശ്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 6 മതി, 1 കൂടി വെട്ടാം. ഇപ്പോൾ 7 ഇത് മതി. ഇത് വെച്ചിട്ട് നമുക്ക് തൽക്കാലത്തിനുള്ള ഇപ്പം ഉണ്ടാക്കാം. അത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഓക്ക്, വുഡ്, പ്ലാങ്ക്സ് വേണം. പിന്നെ നമുക്ക് സ്റ്റിക്ക് വേണം. പിന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കുക. പിന്നെ നമ്മളെ എന്താ പറയുക, എന്താണ് ഇവിടെ കുടുംബശ്രീയോ ചിലക്കൾ കേട്ടാൽ അടിച്ചു ഓടിക്കാൻ തുടങ്ങും. പക്ഷെ ഈ വില്ലേജേഴ്സിനെ അടിച്ചെന്താ പ്രശ്നം വെച്ചാൽ മരി നാട് വിട്ടു പോകുന്നൊക്കെ പറഞ്ഞു കേട്ടത്. എനിക്ക് എല്ലാവരും അറിയൊന്നുമില്ല. മൈൻക്രാഫ്റ്റ് വലുതായിട്ട് കളിക്കാനൊന്നും അറിയില്ല. കളിച്ച് ചെറുതായിട്ടൊക്കെ അറിയാം, അത്രയ്ക്ക് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വുഡൻ ആക്സ് പോരാ, നമുക്ക് സ്റ്റോണും കൂടി വേണം. അപ്പോൾ നമുക്ക് സ്റ്റോൺ ഏജിൽ കിടക്കാം. അതിനായിട്ട് നമുക്ക് സ്റ്റോൺ വെട്ടിയെടുക്കാം. അപ്പോൾ സ്റ്റോൺ വെട്ടിയെടുക്കുന്നവരെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ഉള്ളൂ. നമുക്ക് എന്താണ്ട് വെട്ടിയാണ്ട് എടുക്കാം മൊത്തം. നമ്മൾ ഇവിടെ കൂടിയാണ്ട് പണിയും ഇത് വെട്ടിയെടുത്തിട്ട്. അതന്നെ അത് നമുക്ക് സ്റ്റോണിൻ്റെ പിക്കക്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം. സ്റ്റോണിൻ്റെ ആർമർ ഉണ്ടായ അടിപൊളിയായിരുന്നില്ലേ. പിന്നെ അയൻ്റെ ആവശ്യമില്ല. അത് മാത്രമില്ല. എന്താണ് വെച്ചാൽ സീനാണാ. ഇവന്മാരിങ്ങനെ കുറേ ഉണ്ടാവും, ഇങ്ങനെ ഓരോന്ന് ചെയ്യണതിൻ്റെ ഡെലിവറി. അപ്പോൾ ഒരു ദേഷ്യം കയറി അടിച്ച് കൊള്ളാനുള്ളത്. നമുക്ക് സ്റ്റോണായിട്ടുള്ള സ്റ്റിക്ക് കുറഞ്ഞു. അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടെങ്കിൽ സ്റ്റോണായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഒരു പിക്കാക്സ്, ഒരു ആക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വിഷക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിഷക്കണ തിന്നപ്പോൾ നമ്മൾ 5 ബ്രെഡ് ഉണ്ടായാൽ 3 എടുത്ത് തിന്നുന്നുണ്ട്. കറക്റ്റായിട്ടുണ്ട്. നമുക്കൊരു ഫർണസും കൂടി ഉണ്ടാക്കി വെച്ചേക്കാം. നമുക്ക് ഈ ഫുഡൊക്കെ വേവിക്കാൻ ആവശ്യം വരും. നമുക്ക് അടുത്ത പണി കുറച്ചും കൂടി സ്റ്റോൺ വേണം. നമുക്കൊരു വീട് തന്നെ പണിയണം. ഈ ഭാഗത്താണ്ട് ഒരു വീടാണ്ട് പണിയണം. നമുക്ക് കുറച്ച് കല്ലുള്ള ഇവിടെ ഇട്ടേക്കാം. ബാക്കിയുള്ള നമുക്ക് പോയെടുക്കാം. അപ്പോൾ കുറേ പണി മൈൻക്രാഫ്റ്റ് ആയതൊരു പ്രശ്നമാണ്. പണിയെടുക്കണം, അല്ലാണ്ട് നമുക്ക് ജയിക്കാൻ പറ്റില്ല. അത് മൈൻക്രാഫ്റ്റ് പഠിപ്പിച്ചു തരും. ക്രിയേറ്റീവിൽ ഇട്ടാച്ചിങ്ങ അങ്ങാണ്ട് ഉണ്ടാക്കുക. ഫസ്റ്റ് ഈ സർവൈവലിൽ നിന്ന് കളിക്കാറുണ്ടായില്ലേ. ഞാൻ പിന്നെ കളിച്ചു പഠിച്ചു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതായിരുന്നു സർവൈവൽ. പിന്നെ കളിച്ച് സെറ്റായിട്ട് ഇപ്പോൾ കളിക്കണം. എൻ്റെ ക്രിയേറ്റീവ് എടുക്കുക, അങ്ങനെ കല്ലുണ്ട് ഇഷ്ടം പോലെ അൺലിമിറ്റഡ് അമൗണ്ടിൽ കല്ല്. ഈ എന്തെങ്കിലും കാട്ടണ അവൻ്റെ കഴപ്പാണ്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കാര്യമില്ല. 17 ഇതൊന്നും പോയ വീടുണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അത്രയും സ്റ്റോൺ എടുക്കണം നിങ്ങളെ കൊണ്ട് കാണിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞപ്പോഴത്തേനും രാത്രി. ഇതാവും നേരാ. ഈ സോംബിയും സ്കൾട്ടണൊക്കെ വേറും മോനെ ജെട്ടി വലിച്ചു വരാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് നമുക്കൊരു കുടി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കിടന്ന് തുടങ്ങണം. പക്ഷെ അതിനുള്ള തികയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും തികയും തോന്നണില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? സോംബിയാണെങ്കിലും വരികയും ചെയ്യും. അതിന് തെയ്യൂല. ഇപ്പം സോംബിനൊന്നും കാണാനില്ല. എന്തേലും പറഞ്ഞുള്ളൂ. നിൽക്കണ് 2 ഉണ്ട് ഒന്നവിടെ. കേൾക്കുന്നപ്പോൾ അടി കിട്ടും നമുക്ക്. അതുമ്പോൾ എങ്ങനെയാലും കിടന്നു വേണം. ഇപ്പം എന്തേലും നടക്കുന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു ബെഡ് ഇട്ടുണ്ട് കിടക്കാം. അതപ്പോൾ ഭാഗമുള്ളൂ. കണ്ണും മൂട്ടിയാണ്ട് ചുമ്മാണ്ട് കിടന്നോ. രാവിലെ ആണ്ട് നീക്കാം. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കൈ. നമുക്ക് വീടെന്തെങ്കിലും ഇന്നത്തോടെ പൂർത്തിയാണ്. നമ്മുടെ അടുത്ത പണി അതാക്കണ്. സോംബികൾ 2 ഉണ്ട്. 3 ഉണ്ട്. നമ്മുടെ അടുത്ത് പോയാൽ തീർന്നിരുന്നു. അവന്മാരെ നമുക്ക് പിന്നെ നോക്കാം. എന്നൊക്കെ ഞാൻ പിന്നെ എടുക്കുന്നുണ്ട്.
അവന്മാർക്കുള്ള പരിപ്പാടും ചായയും പിന്നെ കൊടുക്കാം നമുക്ക് നല്ല ആക്സും ഇതൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തുണ്ട്. ഷീൽഡൊക്കെ വേണം. ഇപ്പന്മാർക്ക് ഷീൽഡൊന്നും വേണ്ട. കെൽറ്റ വരുമ്പോഴാണ് പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നമാണ് ക്രീപ്പർ. ഉമ്മാർ ഏതിനെ വരിക ഏതിനെ പൊട്ടുമെന്ന് അറിയില്ല. അതാണ് അവന്മാരെ പ്രശ്നം. ഉമ്മാരെ കണ്ണെടുത്താണ്ട് തുടക്കി ഉമ്മാര് വേറുതാണ്ട് വരും പൊട്ടും. എന്നിട്ട് ആ സ്ഥലം മൊത്താണ്ട് നശിപ്പിക്കും. ഇപ്പൊ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടൊക്കെ മൊത്തം നശിപ്പിച്ചായിരിക്കും. ഉമ്മാരെ കൊല്ലാൻ നല്ല പണിയാണ്. ഉമ്മാര് പൊട്ടിച്ചാവും. അതിൽ നമുക്കൊരു ഇത് കിട്ടില്ലല്ലോ. ഉമ്മാരെ കൊല്ലണ്ടേ. കൊല്ലാൻ കുറച്ച് പണിയുണ്ട്. കൊറേ നോക്കിയാലേ കൊല്ലാൻ പറ്റും. ഞാൻ കൊന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത് അവന്മാരെ പിന്നെ ബാക്കിക്ക് കൊണ്ടിട്ട് കൊല്ലണം. പിന്നെ വന്നത് ക്രിയേറ്റീവിൽ ഇട്ടിട്ടാണ്. അത് സുഖമാണ്. അതായിരിക്കാം വലിയ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റോണ് ഇനിയും വേണം. ഇവിടെ കിണർ കുഴിക്കും തോന്നിയ അതപ്പോൾ ഉണ്ടാവുക. ഇപ്പോൾ അത്യാവശ്യം കുണ്ടാക്കണം ഇവിടെ. ഇപ്പോൾ ഒരു പണി നോക്കാനില്ല. ഇവിടാണ്ട് കുണ്ടാക്കുക. അതിനപ്പോൾ വഴി. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വേറെ പണിയിൽ നമുക്ക് മൈനിങ്ങിനൊക്കെ പോകണം. ഫസ്റ്റ് പ്ലാൻ മൈനിങ്ങിന് പോകാനുള്ളതാണ്. പിന്നെ നമുക്ക് ഫാം തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഫാം തുടങ്ങിയിട്ട് മൈനിങ്ങിന് പോകാം. എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് വീടിൻ്റെ ബാക്കി പണി നോക്കാം. അങ്ങോട്ട് എങ്ങനെയാണ് ആ മുക്കിക്ക് നമുക്ക് ഇവിടെ നിന്നിട്ട് ഇടണം. ആണ് ചലഞ്ച്. ഒരു ചലഞ്ചാണ് ഗൈസ്. കിട്ടുമോ? ഇല്ല. പോയി. അപ്പം നമുക്ക് കയറിയിട്ട് ഇടണം. അത് കയറി നിട്ടാലേ ശരിയാവുള്ളൂ. നമുക്ക് നടക്കണ കാര്യമില്ല. നമ്മുടെ സമയം കളയും. നമുക്ക് വീടിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ ലാസ്റ്റത്തെ രണ്ടെണ്ണം കൂടി ഇടാണ്ട്, 2 കല്ലും കൂടി ഇടാണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ വീട് കഴിഞ്ഞു. വീട് പണി കഴിഞ്ഞു. നമുക്ക് ബെഡ് നമുക്കൊരു മുക്കിക്കിടാം. ഇത് വീഴത്ത് വാർന്നിട്ടോ. വീണ്. നമുക്കിവിടെ ഒരു ചെസ്റ്റും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഒരു വാതിൽ വേണം നമുക്ക്. അല്ലാച്ചെങ്കിൽ ആരെങ്കിലൊക്കെ കടന്നു വന്ന് നമ്മുടെ ജെറ്റ് വലിച്ചു വരിക്കോളും. നമുക്ക് അതിനായിട്ട് ആവശ്യത്തിനുള്ള ഓക്ക് പ്ലാങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മരം വെട്ടാം. അപ്പം നമുക്ക് അത് ഉണ്ടാക്കാം. അത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉണ്ടല്ലേ, നമ്മൾ ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, എന്തെങ്കിലും ഇപ്പോൾ എടുത്ത് നന്നായി. അപ്പോൾ 3 എണ്ണം കിട്ടിയിട്ട് നമുക്ക് അവരുടെ ആവശ്യമുള്ള 2 എണ്ണം അവർ തരണല്ലേ. വാതിലും വെച്ചു. എന്തുകൊണ്ട് ക്രീപ്പർ ഇതാ ഞാൻ പറഞ്ഞ്. നാശത്തിനെ കൊണ്ട് ഇതാണ് പ്രശ്നം. അവിടെ അങ്ങോട്ട് നശിപ്പിക്കും മൊത്തം. പിന്നെ ആളെ കൊണ്ടേണ്ട വീടിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ട നമ്മൾ ശരിയാക്കും. പക്ഷെ അമ്മമാരെ പ്രശ്നം എന്താണ്? അതാണ് കണ്ട് വയ്ക്കും. അപ്പം തന്നെ ചത്തേരുന്ന്. വീട് തൊട്ട് ഫ്രണ്ടിൽ ചാടി തേങ്ങക്കുല. നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ കയറ്റാം. ക്രീപ്പറിനെ കൊണ്ട് ഇതാ പ്രശ്നമാണ്. വീടിൻ്റെ ചുറ്ററക്കം പറഞ്ഞാൽ ഇതിനുള്ള നമ്മുടെ ഗ്ലാസ് എന്നൊക്കെ നമ്മൾ പിന്നെ പണിയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനത്തെ ഒരു വീടാണ് പണിതിരിക്കുന്നത്. നമ്മൾ വരുന്ന എപ്പിസോഡിൽ നല്ല ഇതിലും അടിപൊളി വീട് നമ്മൾ പണിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. അതിൻ്റെ ഉള്ളിലേക്കുള്ളത് അത് ഉണ്ടാക്കാം. ചെസ്റ്റ് കെട്ടി ഇനി രണ്ടും കൂടി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. വീട് പണി കഴിഞ്ഞ് നമുക്ക് ഫാം തുടങ്ങണം. അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഒരു എപ്പിസോഡിലായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഗൈസ്. വീണ് എങ്ങനെയും തൂർത്തെടുക്കണ്ടെങ്കിൽ ഒക്കെ അടച്ചു കൊണ്ടെങ്കിൽ അതാ വീണ്ടും വീണ്. നമുക്ക് ലോങ്ങ് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.